രുദ്രതാണ്ഡവം. രുദ്രനാണെങ്കിൽ എവിടേക്കാണ് പോയതെന്നോ എപ്പോഴാണ് മടങ്ങി വരുന്നതെന്നോ അറിയാതെ വിഷമിച്ചിരിക്കുകയാണ് മഹിയും ഗൗരിയും. ശിവയും മാധവും മാറി മാറി വിളിച്ചിട്ട് പോലും രുദ്രൻ ഫോണിട്ട് എടുത്തത് പോലുമില്ല. അവൻ്റെ ഇഷ്ടത്തിനല്ലേ അവളെ വിവാഹം കഴിച്ചത്. എന്നിട്ടിപ്പോൾ കുറ്റം മുഴുവൻ നമുക്കായില്ലേ. മഹിക്കാണെങ്കിൽ അത് പറയുമ്പോൾ ദേഷ്യം വന്നു. അച്ഛനിങ്ങനെ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. അവനും ഒന്ന് പ്രിപ്പയർഡ് ആവട്ടെ. ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആവുമെന്ന് ആരെങ്കിലും കരുതിയോ? മാധവ് വന്ന് മഹിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശിവേച്ചി. മുകളിലെ നിലയിൽ നിന്നൊരു വിളി കേട്ടതും എല്ലാവരും അവിടേക്ക് നോക്കി. കണ്ണ് രണ്ടും തിരുമ്മിക്കൊണ്ട് ഒരു കോട്ടുവായിക്കേട്ട് ഇറങ്ങി വരികയാണ് വൈദേഹി. ആഹാ, ഉറക്കം കഴിഞ്ഞോ പെണ്ണേ? ഇതിപ്പോൾ എത്ര നേരമായിന്ന് വല്ല വിചാരമുണ്ടോ നിനക്ക്? ശിവ അവളെ വാത്സല്യത്തോടെ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തി. നേരം വെളുത്തോ ചേച്ചി? അതോ രാത്രിയാവുന്നേ ഉള്ളോ? അവൾ പുറത്തേക്ക് കണ്ണുനട്ട് സംശയത്തോടെ ചോദിച്ചു. നീ ക്ലോക്കിലേക്കൊന്ന് നോക്കിയേ, സമയം എത്രയായിന്ന്? ശിവ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ സമയം 7 മണിയായിരിക്കുന്നുവെന്ന് വൈദേഹി മറുപടി കൊടുത്തു. മോൾക്ക് വിശക്കുന്നുണ്ടോ? ഇല്ല ഗൗരി ആൻറ്റി, പക്ഷെ വല്ലാത്ത ദാഹം. വാ, ആൻറ്റി ചായ വെച്ച് തരാം. ഗൗരി അവളെയും കൂട്ടി അടുക്കളയിലേക്ക് നടന്നു. പാവം അല്ലേ അച്ഛാ, ഇവക്കിങ്ങനൊരു വിധിയാണല്ലോ വന്നത്. ശിവയുടെ ശബ്ദമിടറി. സാരമില്ല മോളെ, നമുക്ക് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാം. ഒന്ന് കരുതിയിരിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ. അടുത്ത ദിവസം തന്നെ വൈജുവിനെ കൊണ്ടുപോയി കാണിക്കാം. ഞാനേ രുദ്രനെ ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ. പറഞ്ഞുകൊണ്ട് ശിവ ഫോണുമായിട്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. അടുക്കളയിലെ മൂലയ്ക്ക് കിടന്ന ഒരു കസേര വലിച്ചെടുത്തോണ്ട് വന്നു. അതിൽ കയറി ചമ്രം പടിഞ്ഞിരിക്കുകയാണ് വൈദേഹി. കയ്യിലിരിക്കുന്ന ചായ എടുത്ത് അല്പം അല്പമായിട്ട് മൊത്തി കുടിക്കുന്നുണ്ട് താനും. ദേവേട്ടൻ ഇവിടെ ഇല്ലേ ആൻറ്റി? ഇടയ്ക്കവൾ ആലോചനയോട് ചോദിച്ചു. ഇല്ല മോളെ, അവൻ പുറത്തെവിടേക്കോ പോയതാണ്. അവളൊന്ന് മൂളി. ശിവ വന്നിട്ട് വൈദേഹിയെ കൂട്ടിക്കൊണ്ട് രുദ്രൻ്റെ മുറിയിലേക്ക് പോയി. എന്നിട്ട് അവളോട് കുളിക്കാൻ പറഞ്ഞുകൊണ്ട് ബാത്റൂമിൽ കയറ്റി. നല്ല വൃത്തിയായിട്ട് തന്നെയാണ് അവൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നത്. ശിവ എടുത്തു വെച്ച ടോപ്പും പലാസോ പാൻറ്റും എടുത്തിട്ടുകൊണ്ട് അവൾ വന്നപ്പോഴാണ് രുദ്രൻ അവിടേക്ക് കയറി വന്നത്. ശിവേച്ചി. അവനെ കണ്ടതും വൈദേഹി ഉറക്കം നിലവിളിച്ചു. ഒച്ച വെക്കാതിരി പുല്ലേ നീ. വാതിലടച്ച് കുറ്റിയിട്ട ശേഷം അവൻ അവളുടെ അരികിലേക്ക് പാഞ്ഞു വന്നു. എന്നാടി, എന്തിനാ കിടന്ന് കാറി പോകുന്നത്? അവൻ വന്ന് വൈദേഹിയുടെ ഇരു തോളിലും പിടിച്ച് കുലുക്കി. എന്നെ വിടുതേവേട്ട, കൈ വേദനിക്കുന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. വിങ്ങി പൊട്ടിക്കൊണ്ട് പറയുകയാണവൾ. ഒരക്ഷരം പോലും മിണ്ടിപ്പോകരുത്. ആരോടേലും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ, പാറക്കുളത്തിൽ കൊണ്ടുപോയി മുക്കി കൊല്ലും ഞാൻ. എനിക്കിനി മുന്നും പിന്നും ഒന്നും നോക്കാനില്ല. അവളെ പിടിച്ചൊലിച്ചുകൊണ്ട് രുദ്രൻ കലിപ്പുരണ്ടു. ഇല്ല, ഞാൻ ആരോടും പറയില്ല ദേവേട്ട, സത്യമായിട്ടും പറയില്ല. എൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കെ പിടിച്ച് വിഷമിപ്പിക്കല്ലേ, പാവമല്ലേ ഞാൻ. ഓ, ഒന്ന് മാറിപ്പോടി. അവിടെ ഒരു വർത്താനം. പെട്ടെന്നായിരുന്നു ഡോറിൽ ആരോ തട്ടിയത്. രുദ്രൻ ചെന്ന് വാതി തുറന്ന് നോക്കിയപ്പോൾ ഗൗരിയാണ്. എന്താ അമ്മേ? ഫുഡ് കഴിക്കാൻ വരുന്നില്ലേ നീ? വന്നോളാം, അമ്മ ചെല്ല്. കനപ്പിച്ച് പറയുന്ന മകനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ഗൗരി അകത്തേക്ക് കയറി. മോളെ വൈദേഹി, കുളി കഴിഞ്ഞോ നീ? ആ, കുളിച്ചല്ലോ ആൻറ്റി. എന്നാലേ എൻ്റെ കുട്ടി താഴേക്കിറങ്ങി വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? രുദ്രൻ്റെ ഒപ്പം ഇറങ്ങി വരണേ. വരാലോ, പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. നല്ല കുട്ടിയാണേ. അവളുടെ കവളിൽ മെല്ലെയൊന്ന് തട്ടിയ ശേഷം ഗൗരി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഊണുമേശയ്ക്ക് മുന്നിൽ എല്ലാവരും കൂടി ഒത്തിരുന്നപ്പോൾ ആദ്യമായി ആ കുടുംബം നിശബ്ദമായി തോർത്ത് മഹിയുടെ ഉള്ളിൽ ഒരു നൊമ്പരം വന്ന് തിങ്ങി. ശിവയോട് എന്തൊക്കെയോ കലപില വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന് തലയൊക്കെ ആട്ടിയാണ് വൈദേഹി ഭക്ഷണം കഴിക്കുന്നത്. മാധവ് പോലും വളരെ അലിവോട് കൂടിയാണ് അവളെ നോക്കുന്നത്. കല്യാണം കഴിഞ്ഞ് ആദ്യമായി ഈ വീട്ടിലേക്ക് വിരുന്നു വന്ന ദിവസമാണ് താൻ വൈദേഹിയെ കാണുന്നത്. എന്തൊരു പ്രസരിപ്പായിരുന്നു അവളുടെ മുഖത്ത്. വളരെ നല്ല പക്വതയും കരുതലും സ്നേഹവും ഒക്കെയുള്ള ഒരു പെൺകുട്ടി. അവളുടെ ജീവിതം മാറി മറിഞ്ഞത് എത്ര പെട്ടെന്നാണെന്ന് മാധവ് ഓർത്തു. ഭക്ഷണമൊക്കെ കഴിച്ചു
കുറച്ചു സമയം ഇരുന്ന് സംസാരിച്ചിട്ടാണ് ശിവ അവളെ രുദ്രൻ്റെ മുറിയിലാക്കി കൊടുത്തത്. എനിക്ക് പേടിയാ ചേച്ചി ഇവിടെ ഒറ്റയ്ക്ക്. സ്റ്റെപ്പ് കയറി പോകുമ്പോൾ അല്പം മുൻപ് നടന്ന കാര്യങ്ങൾ വൈദേഹിയുടെ മനസ്സിലേക്ക് ഓടി വന്നു. ഒറ്റയ്ക്കല്ലല്ലോ, രുദ്രനില്ലേ, പിന്നെന്തിനാ പേടിക്കുന്നേ? വാത്സല്യത്തോടെ അവളുടെ കരം കവർന്നുകൊണ്ട് ശിവ പറഞ്ഞു. ദേവേട്ടൻ എന്നോട് ദേഷ്യാ. എന്ന് ആര് പറഞ്ഞു? അവൻ വഴക്കുവല്ലത് കേട്ടോ എൻ്റെ വൈച്ചോനോട്. സംശയത്തോടെ ശിവ നോക്കിയതും രുദ്രൻ അവരുടെ അടുത്തേക്ക് വന്നതും ഒരുമിച്ചാണ്. അവൻ്റെ മുഖം കണ്ടതും വൈദേഹിയെ വിറച്ചു. നമുക്ക് താഴേക്ക് പോകാൻ ചേച്ചി. എനിക്ക് പേടിയാ ദേവേട്ടനെ. എൻ്റെ കൈക്ക് കയറിപ്പിടിച്ച് എന്നെ വേദനിപ്പിക്കും. ചുണ്ട് പിളർത്തി പറയുന്നവളെ കണ്ടതും ശിവയ്ക്ക് സങ്കടം വന്നു. നേരാണോ രുദ്ര? നീ ഇവിടെ ഉപദ്രവിച്ചോ? അവൾ രുദ്രനെ നോക്കി ദേഷ്യപ്പെട്ടു. ദേ ചേച്ചി, ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? യാതൊരു ബോധവുമില്ലാത്ത ഇവൾ എന്തോ പറഞ്ഞെന്ന് കരുതി അത് വിശ്വസിച്ചോണ്ട് ചേച്ചി എന്നോടിങ്ങനെ ചോദ്യം ചോദിക്കല്ലേ. അവൻ്റെ ശബ്ദം ഉയർന്നു. മോളെ, നല്ല കുട്ടിയായിട്ട് കിടന്നു. നാളെ കാലത്തെ നമുക്കൊരു സ്ഥലം വരെ പോകണം. വൈദേഹിയുടെ കവളി മെല്ലെയൊന്ന് തട്ടിയ ശേഷം ശിവ ഒരിക്കൽ കൂടി രുദ്രനെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഡോറടച്ച് ലോക്ക് ചെയ്ത ശേഷം രുദ്രൻ അരികിലേക്ക് വന്നതും പേടിയോടെ അവൾ പിന്നിലേക്ക് മാറി. കിടന്നുറങ്ങിക്കോണം, കേട്ടല്ലോ പറഞ്ഞത്. അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് വന്ന് ബെഡിലേക്ക് തള്ളിയിട്ട ശേഷം അവൻ മുരണ്ടു. കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അവൾ ഉറങ്ങും പോലെ ചുരുണ്ടുകൂടി അപ്പത്തന്നെ കിടക്കുകയും ചെയ്തു. അത് കണ്ടുകൊണ്ടാണ് രുദ്രൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങിപ്പോയത്. അവിടെ കിടന്ന ഒരു കസേരയിലേക്ക് ചാരിയിരുന്ന് അവൻ കണ്ണുകൾ അടച്ചു. അമ്മയുടെ മരണത്തിൽ നിന്നും ഒരു പ്രകാരം ഒന്ന് റിക്കവറായി വന്നതാണ്. ഒരുപാട് വിഷമം അനുഭവിച്ചെങ്കിലും അവൾക്ക് മനസ്സ് കൈവിട്ടു പോയിരുന്നില്ല. ഇടയ്ക്കെങ്ങാനും ഒന്നോ രണ്ടോ വാക്ക് തന്നോട് സംസാരിച്ചാൽ തന്നെ താൻ പലപ്പോഴും മറുപടി പോലും കൊടുക്കില്ല. അതിനു മാത്രം എന്ത് വിരോധമാണ് തനിക്ക് അവളോടുള്ളത്? തന്നോട് എന്തെങ്കിലും മോശമായി അവൾ പെരുമാറിയോ? സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കി രുദ്രൻ. ഏയ്, ഒന്നുമില്ല. ഒരിക്കൽ പോലും എതിർത്തൊരു വാക്കുപോലും വൈദേഹി തന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നപ്പോഴാണ് തനിക്ക് വിവാഹാലോചന വരുന്നത്. അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അച്ഛൻ്റെ ഫോണിലേക്ക് കോൾ വന്നത്. അവരോട് സംസാരിച്ച ശേഷം അച്ഛനാണ് ഈ കാര്യം എല്ലാവരോടും അവതരിപ്പിച്ചത്. വലിയ ഭാവവ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു വൈദേഹിക്ക്. ആലോചിക്കങ്ങൾ, യോജിച്ചതാണെങ്കിൽ നമുക്കിത് നടത്തിവിടാം. താൻ കൈ കഴുകിക്കൊണ്ട് നിന്നപ്പോഴാണ് അവൾ പറയുന്നത് കേട്ടത്. പിന്നീട് അങ്ങോട്ടെല്ലാം വേഗത്തിലായിരുന്നു. പെണ്ണുകാണൽ ചടങ്ങും ഒപ്പം തന്നെ പെണ്ണിൻ്റെ വീട്ടുകാർ ചെക്കൻ്റെ വീട്ടിലേക്ക് വന്നതും ഇവിടെ നിന്ന് എല്ലാവരും അവിടേക്ക് പോയതും എല്ലാം വേഗത്തിൽ നടന്നു. പക്ഷെ ഒരു കാര്യം മാത്രം എല്ലാത്തിൽ നിന്നും വൈദേഹി വിട്ടുനിന്നു. താനൊഴികെ എല്ലാവരും നിർബന്ധിച്ചെങ്കിലും വിവാഹ നിശ്ചയത്തിന് പോലും അവൾ വന്നില്ല. എന്തെങ്കിലുമൊക്കെ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി. ദിവസങ്ങൾ പിന്നിട്ടുകൊണ്ടേയിരുന്നു. ഒരു ഞായറാഴ്ച ദിവസം അമ്മയും അച്ഛനും കൂടി കുടുംബക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ്. താനെന്ന് ഉറക്കമുണർന്ന് ഫ്രഷായി ഇറങ്ങി വന്നതാണ്. എന്തോ കാര്യമായ ആലോചനയോടെ സെറ്റിയിൽ അമർന്നിരിക്കുകയാണ് വൈദേഹി. താൻ ഇറങ്ങി വരുന്നത് കണ്ടതും അവളുടെ മിഴികൾ ഒന്ന് പിടഞ്ഞു. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ചോദിച്ചുകൊണ്ട് താൻ ഡൈനിങ് റൂമിലേക്ക് നടന്നതും ഒരു തേങ്ങലാണ് കേട്ടത്. പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടു പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ നേർക്ക് എഴുന്നേറ്റ് പാഞ്ഞു വരുന്നവളെ. കരഞ്ഞുകൊണ്ട് തൻ്റെ നെഞ്ചിലേക്ക് വീണതും വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ സംഭവമാണ് മനസ്സിലേക്ക് ഓടിയെത്തിയത്. അന്നും ഇതുപോലെയായിരുന്നു. ആരുമില്ലാത്ത നേരം കൂടുതലൊന്നും പറയാതെ ദേവേട്ട എന്ന് വിളിച്ചുകൊണ്ട് തന്നെ അല്പം കൂടി ഇറുക്കി പുണർന്നു. എന്താ വൈദേഹി, നീ എന്തിനാണ് കരയുന്നത്? അവളെ അടർത്തി മാറ്റാൻ പാടുപെട്ടുകൊണ്ടാണ് അവൻ ചോദിച്ചത്. കുറച്ചു സമയം അങ്ങനെ കിടന്ന് കരഞ്ഞപ്പോൾ അവൾക്കെന്തോ ആശ്വാസം പോലെ. താനും അതേ നിൽപ്പ് തുടരുകയാണ് ചെയ്തേ. അവളുടെ ഓരോ നോക്കിലും പ്രവൃത്തിയിലും എന്താണ് ആ ഉള്ളിൽ ഉള്ളതെന്നുള്ളത് അപ്പോൾ വ്യക്തമായിരുന്നു. പതിയെ അവൾ തന്നെയാണ് അകന്നു മാറിയത്.
വൈദേഹി, ഉം. നീ എന്തിനാ കരയുന്നത്? അറിയില്ല ദേവേട്ട. അന്നത്തെ 13 വയസ്സുകാരിയിൽ നിന്നും നീ ഇതുവരെയായിട്ട് മാറിയിട്ടില്ലല്ലേ? അവൻ ചോദിച്ചതും ആ മുഖത്ത് പല ഭാവങ്ങൾ വിരിഞ്ഞു. നോക്കു വൈദേഹി, ഒരിക്കലും ഞാൻ നിന്റെ ആ തരത്തിൽ കണ്ടിട്ടില്ല. ഇനിയും അതിനോട്ട് സാധിക്കുകയുമില്ല. അതുകൊണ്ട് നീയും ഇതൊക്കെ പ്രായത്തിൻ്റെ ചാബല്യങ്ങളായി കണ്ട് മറക്കണം. അതുമാത്രം എനിക്ക് നിന്നോട് പറയാനുള്ളൂ. വൈദേഹിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായവും അറിവും ഒക്കെ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പറഞ്ഞു കഴിഞ്ഞതും അവൾ തലയൊന്ന് കുലുക്കി. സോറി ദേവേട്ട, എനിക്ക് വേണ്ട, ഇപ്പോൾ കൂടുതലൊന്നും പറയണ്ട. പോയി നല്ല കുട്ടിയായിട്ടിരിക്കുക. അച്ഛനും അമ്മയും വരാറായി. അവളുടെ കവളിൽ മെല്ലിയൊന്ന് തട്ടിയ ശേഷം ഒന്നും കഴിക്കാതെ കൊണ്ട് താൻ തിരിച്ച് റൂമിലേക്ക് പോയി. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു സമാധാനമായി തനിക്ക് തോന്നിയത്. എന്നാൽ ആ സമാധാനം പിന്നീടുള്ള ദിവസങ്ങളിൽ നഷ്ടപ്പെടുകയാണെന്നുള്ളത് അറിയാനും താൻ വൈകിപ്പോയി. ഓരോ ദിവസം ചെല്ലുന്തോറും അവൾ ആ മുറിക്കുള്ളിൽ ഒതുങ്ങി. വിവാഹ ഒരുക്കങ്ങളൊക്കെ ഒന്നൊന്നായി നടന്നപ്പോൾ അവളിൽ ആകെ ഒരുതരം നിർവികാരത. താൻ ഇടയ്ക്കൊക്കെ ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ യാതൊരു പരിചയവുമില്ലാത്ത ആളെപ്പോലെ തന്നെ നോക്കി നിന്നു. പതിയെ പതിയെ അവൾ മെൻ്റലി ഡെസ്പാവാൻ തുടങ്ങിയെന്നുള്ള ഞെട്ടിക്കുന്ന സത്യം താനാണ് ആദ്യം മനസ്സിലാക്കിയത്. അവളുടെ അമ്മയുടെ അതേ അവസ്ഥ ഉണ്ടാവാൻ അവൾക്ക് സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത് ഓർക്കും തോറും വല്ലാത്ത ഭയം അതൊടുക്കം ഇത്രത്തോളം കൊണ്ടുവന്നെത്തിച്ചു. ഇരു കൈകളും തലയിലേക്ക് അമർത്തിയിരിക്കുകയാണ് രുദ്രൻ. ദേവേട്ട. പതിയെ ശബ്ദം താഴ്ത്തി വിളിക്കുന്നവളെ അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവിടെ വന്ന് കിടക്കാമോ? എനിക്ക് ഒറ്റയ്ക്ക് പേടിയാ. ചുണ്ട് വളർത്തി പറയുന്നവളെ കണ്ടതും ദേഷ്യത്തോടെ രുദ്രൻ എഴുന്നേറ്റു. നിനക്ക് എന്താണ് ഇത്ര പേടി? കടുപ്പത്തിൽ അവൻ ചോദിച്ചു. അത് കള്ളന്മാർ വരുവേട്ട, എന്നെ പിടിച്ചോണ്ട് പോയാലോ? ശബ്ദം താഴ്ത്തിയാണ് അവൾ അതും പറഞ്ഞത്. അവളെ ഒന്ന് നോക്കിയ ശേഷം അവൻ റൂമിലേക്ക് കയറിപ്പോയി. പിന്നാലെ അവളും. തുടരും.